അവൻ പോകുന്ന കാര്യം നടക്കാതിരിക്കട്ടെ. തോറ്റ തല താഴ്ത്തി അവൻ തിരിച്ചു വരട്ടെ. എത്ര പൂജിച്ചാലും എത്ര തൊഴുതാലും ഇത്തവണ ആദർശനെ കരയേണ്ടി വരും. അയാൾക്ക് മാത്രമല്ല, ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും. അതിന്റെ അച്ഛൻ എനിക്ക് തന്ന വാക്കാ. മൂർത്തി ജ്വല്ലറിയുടെ 50-ാം വാർഷികത്തിന് മോളാണ് വിഘ്നേശ്വര ഭഗവാനെ കേടുപാടുകൾ തീർത്ത് ഈ പരുവത്തിലാക്കിയത്. അന്ന് തന്നെ ഭഗവാൻ ഒരു കാര്യം ഉറപ്പിച്ചു, മോൾ ഈ വീട്ടിൽ വേണമെന്ന്. പിന്നീട് മോൾ ഇവന്റെ ഭാര്യയായതും കമ്പനിയിലെ ഡിസൈനർ ആയതും ഒക്കെ ഭഗവാന്റെ തീരുമാനങ്ങളായിരുന്നു. ആ വിഘ്നേശ്വരൻ മോളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. എങ്കിലും ആദർശ് പോയി മടങ്ങി വരുന്നവരെ എല്ലാവരിലും ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവണം. ചെറിയ തോതിലെങ്കിലും നഷ്ടപ്പെട്ട പ്രതാപം നമുക്ക് തിരിച്ചു പിടിക്കണം മോനെ. ഇത്തവണ ഞാൻ മുത്തച്ഛനെ നിരാശപ്പെടുത്തില്ല മുത്തച്ഛൻ. എന്നാ പിന്നെ പോവാൻ റെഡിയായിക്കോ. എന്തായി നോക്കുന്നേ? അതെ, എല്ലാം എടുത്തോന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തായിരുന്നു. അങ്ങനെയുള്ള മറവിയൊന്നും എനിക്കില്ലെന്ന് അറിയില്ലേ? ഞാനേ മരുന്നൊക്കെ എടുത്തോന്ന് നോക്കിയതാ. എപ്പോഴാ ശ്വാസം വിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. സാധാരണ തണുപ്പ് സമയത്ത് വരേണ്ടത്. ഭാഗ്യത്തിന് ഇപ്രാവശ്യം വന്നിട്ടില്ല. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനും ഉറപ്പായിട്ടും വന്നേനെ. സാരമില്ല, ഡെലിവറിയൊക്കെ കഴിഞ്ഞ ശേഷം ഇനി യാത്രകളൊക്കെ വരുമല്ലോ. അപ്പോ നമുക്ക് ഒന്നിച്ചു പോവാം. നീ ഒരുപാട് പ്രാർത്ഥിച്ചല്ലേ? പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ ആദർശേട്ടാ? ആദർശേട്ടൻ പോകുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു ഡീലിനാണെന്ന് എനിക്കറിയാലോ. പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കുകയും ഒന്നിനെയും ഭയപ്പെടാതെ ശാന്തമായി ബിസിനസ് ബിൽഡിംഗ് ചെയ്യുന്നതായിരുന്നു മുത്തച്ഛന്റെ രീതി. അത് തന്നെയാ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഈ ഒരൊറ്റ ഡീല് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് മാത്രമല്ല, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഡീല് കിട്ടാതിരുന്നാലുള്ള അവസ്ഥ. അവിടെ നമ്മൾ വല്ലാതെ ചെറുതായി പോകും. ഞാൻ എന്നാ പോയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. സൂക്ഷിക്കണേ. ഏറ്റെടുത്ത ദൗത്യത്തെ പറ്റി എപ്പോഴും ചിന്ത വേണം. അതിലുപരി ഒരു ശത്രു പിന്നാലെ ഉണ്ടെന്ന് ഓർക്കണം. അവിടെ നിന്റെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയിരിക്കുന്നത്. ഇനി നീ അവിടെ ചെല്ലുക, നന്നായിട്ട് പെർഫോം ചെയ്യുക. നമ്മുടെ അത്രയും പാരമ്പര്യമുള്ള ആരും അവിടെ ഇല്ല. പിന്നെ മുംബൈയിലും ഡൽഹിയിലുള്ള പഴയ 1-2 ജ്വല്ലറികളും ഉണ്ട്. അവർക്കിപ്പോ ആ പഴയ പ്രതാപമൊന്നുമില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപോലെ നിൽക്കുന്നത് നമ്മൾ മാത്രമാണ്. എനിക്കറിയാം മുത്തശ്ശ. എന്തായാലും ഇവിടെ നമുക്കൊരു തിരിച്ചടി ഉണ്ടാവില്ല. കാല് വയ്യാത്തത് കൊണ്ടാണ് നിന്റെ മുത്തശ്ശി താഴേക്ക് വരാത്തത്. മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയോ? ഞാൻ കണ്ടിട്ടാ വരുന്നത്. എന്നാ പിന്നെ രാകാലത്തിന് മുന്നേ പുറപ്പെട്ടോളൂ. എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോവാ. പരാജയപ്പെട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. എങ്കിൽ അവന്റെ അമ്മയുടെയും ഭാര്യയുടെയും ഷാട്ട് വാങ്ങി നിന്നേനെ. ഞാനേ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അമ്മയെ നിന്നെ വിളിക്കാം. മുത്തച്ഛനും നിന്റെ അച്ഛനും ഇളയച്ചനും ഒക്കെ പറഞ്ഞത് മനസ്സിൽ വേണം മോനെ. ദുബായി പോയിട്ട് ചെറിയൊരു പാളിച്ച പറ്റിപ്പോയി. അതിനുശേഷം എന്നെ ആർക്കും വിശ്വാസമില്ലാത്ത പോലെയാ. മോനെ നിന്നെ വിശ്വാസമില്ലെന്ന് ആരാ പറഞ്ഞേ? നിന്നെ വിശ്വാസം കൂടുതലാ. അതാ മോനെ ടെൻഷനൊക്കെ. ഇന്ന് വരെ ഇതുപോലെയുള്ള ബിസിനസ് ഡീൽ നടക്കുന്ന സമയത്ത് നിന്റെ മുത്തച്ഛൻ ഈ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ആരോ നമ്മളെ മനഃപൂർവ്വം തറ പറ്റിക്കാൻ ശ്രമിക്കുന്നുവെന്ന ബോധം അച്ഛന് വന്നു കഴിഞ്ഞു. അതിൽ കാര്യമുണ്ടല്ലോ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് മോൻ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഞാൻ വരുന്നവരെല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ശരി അമ്മേ. ശരി മോനെ. മുത്തശ്ശൻ എന്തിനാ ടെൻഷൻ ആവുന്ന? ആദർശേട്ടൻ മുത്തശ്ശനേക്കാൾ കഴിവുള്ള ആളാണെന്നാണല്ലോ എപ്പോഴും പറയുന്നത്. അങ്ങനെയുള്ള ആള് തലയെടുപ്പോടെ തന്നെ തിരിച്ചു വരും. അതെനിക്ക് ഉറപ്പാ. അങ്ങനെ തന്നെ വരട്ടെ മോളെ. വെൽക്കം സർ. താങ്ക് യു. ഹലോ സർ, ഞാൻ ഗ്രീന, സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ PR ആണ്. ഡീലിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഹോട്ടലിൽ തന്നെയാണോ സ്റ്റേ? അല്ല സർ, പല ഹോട്ടലിലായിട്ടാ എല്ലാവർക്കും അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത്. അല്ല, ഗ്രീന നാട്ടിലെവിടെ? ചെങ്ങന്നൂരാ. MBA കഴിഞ്ഞ ശേഷം കുറെ നാൾ US-ലായിരുന്നു. സ്റ്റാൻലി മാർട്ടിൽ തന്നെ. പിന്നെ ഡൽഹി, മുംബൈ, അങ്ങനെ. ഇനി നാട്ടിൽ സെറ്റിൽ ആവണം എന്നുണ്ട്. പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം സർ. ശരി. ഓക്കെ പ്ലീസ്. ആദർശേട്ടാ. ഹലോ ആദർശേട്ടാ. ഞാനിപ്പോ റൂമിലെത്തിയതേ ഉള്ളൂ. അമേരിക്കൻ കമ്പനിക്ക് മുംബൈയിൽ ഒരു ഓഫീസുണ്ട്. അവിടുത്തെ PROയാ എന്നെ സ്വീകരിച്ചത്. യാത്രക്ഷീണം കാണുമല്ലോ. ആദർശേട്ടൻ റെസ്റ്റ് എടുത്തോ? അവിടെ എത്തിയോന്നറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അന്ന് ദുബായിൽ വെച്ചുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം എന്തോ ഒരു പേടി ആദർശേട്ടാ. അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതല്ലേ? എന്നും അതുണ്ടാവണമെന്നില്ലല്ലോ. നീ ആഹാരമൊക്കെ കഴിക്കണം. അവിടെ പൂജയും വ്രതമൊക്കെ പറ്റി കൂടുതല്. അതുപോലെ തന്നെ അമ്മയെ കൊണ്ട് കഴിപ്പിക്കണം. അമ്മ ഒരിക്കലാ. എന്നുവെച്ചാ ഒരു നേരം പോലും അരിയാഹാരം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രൂട്ട്സ് ഒക്കെയാ കഴിക്കുന്നത്. അമ്മയോട് വിളിച്ച് നിന്നെ ശ്രദ്ധിക്കാനും നിന്നെ വിളിച്ച് അമ്മയെ ശ്രദ്ധിക്കാനുമാ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാളും രണ്ടുപേരെയും ശ്രദ്ധിച്ചേ പറ്റൂ. ഞാൻ ഇടയ്ക്ക് നിന്നെ വിളിച്ചോളാം. ശരി ആദർശേട്ടാ. ആദർശേട്ടനാണോ വിളിച്ചത്? അതെ. ആദർശേട്ടൻ പോയപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടലുണ്ടല്ലേ? ഞങ്ങൾ എപ്പോഴും ഒന്നിച്ച മോളെ. അതുകൊണ്ട് ഒരു ദിവസം പോലും എനിക്ക് ആദർശനെ കാണാതിരിക്കാൻ പറ്റില്ല. വിവാഹത്തോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല നയനെടുത്തി. എങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു വിവാഹം ഉണ്ടെങ്കിൽ ആദർശയുടെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടണമെന്ന് എന്റെ ആഗ്രഹം. നയനെടുത്തി ഇവിടേക്ക് വന്നത് വളഞ്ഞ വഴിയിലൂടെയാ. ഏട്ടത്തി ഒരിക്കലും ഈ തറവാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നതല്ല. എന്നാ ദൈവമായിട്ട് ഏട്ടത്തി ഇവിടെ എത്തിക്കുകയായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടിച്ചേരല് എല്ലാ അർത്ഥത്തിലും നന്നായി എന്നാ എന്റെ അഭിപ്രായം. ഏട്ടത്തെ പോലെ മഹത്തായ ഒരു പെൺകുട്ടിയെ ഏട്ടന് കിട്ടാൻ പ്രയാസമാ. ദൈവം നേരത്തെ കരുതി വെച്ചതുപോലെയാ നിങ്ങൾ ഒന്നിച്ചത്. അങ്ങനെ തന്നെയാ ഞാനും കരുതുന്നത്. അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞ സമയത്തെ കാര്യങ്ങളൊക്കെ അവന്തേക്ക് അറിയാലോ. ഞങ്ങളെ കീരിയും പാമ്പുമായിരുന്നു. അന്നൊക്കെ ആദർശേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് പേടിയായിരുന്നു മുമ്പിലേക്ക് ചെല്ലാൻ പോലും. ഇപ്പോഴാണെങ്കിലും ആ ആളെ കാണാതിരിക്കാനും പറ്റുന്നില്ല. ഈ സന്തോഷവും ഈ ചിരിയൊക്കെ പെട്ടെന്നങ്ങ് കിട്ടുപോടി. അതിന് വേണ്ടതൊക്കെ എന്റെ അച്ഛൻ ചെയ്യും. ഒരു 100 വർഷം നിങ്ങൾക്ക് രണ്ടാൾക്കും ഇങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ. നമ്മൾ ആർക്കും ചതിയും വഞ്ചനയൊന്നും ചെയ്യാതിരുന്നാ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടി വന്നോളും. അതാണ് എന്റെ അനുഭവം. ആദർശേട്ടൻ കോൺഫിഡൻസിലാണല്ലോ അല്ലെ? ഇത്തവണ പാളിച്ചൊന്നും പറ്റില്ല. പിന്നെ
ഇവിടെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ദുബായി പോയിട്ട് മടങ്ങി വന്നതുപോലെ ആയിരിക്കില്ല ആദർശേട്ടൻ ഇത്തവണ വരുന്നത്. 100% ആത്മവിശ്വാസത്തോടെ തലയെടുപ്പോടെ ആയിരിക്കും. വീട്ടിൽ ധൈര്യമായിട്ടായിരിക്കും. അവൻ ലാൻഡ് ചെയ്തു കഴിഞ്ഞു മുംബൈയിൽ. ഇനി എന്താ അച്ഛന്റെ അടുത്ത പ്ലാൻ? നമ്മള് വലിയ ഡീല് നേടില്ലേ? കടുത്ത മത്സരമാണ് നേരിടാൻ പോകുന്നത്. വിജയിച്ചു വരുന്ന ആദർശനെ എനിക്ക് കാണാൻ വയ്യച്ചാ. അയാളുടെ പരാജയം അവിടെ എല്ലാവരെയും തളർത്തണം. മോളെ, എല്ലാം കഴിഞ്ഞ ശേഷമേ എന്തെങ്കിലും ഒരു ഉറപ്പ് നിന്നോട് പറയാൻ പറ്റും. എന്തായാലും ആദർശന് പഴയ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഇതിനു മുമ്പും ഇത്തരം വലിയ ഓർഡറുകളൊക്കെ വരുമ്പോഴും അത് നിഷ്പ്രയാസം സ്വന്തമാക്കിയിരുന്നു ആദർശം അവന്റെ കമ്പനിയൊക്കെ. എന്നാൽ ഇപ്പോ കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ലാത്തത് കൊണ്ടാണ് അവിടെ അനന്തപുരിയിൽ പൂജയും വഴിപാടുമൊക്കെ അവർ നടത്തിയത്. അല്ലെങ്കിലും തറവാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പൂജകൾ നടത്താറുണ്ടല്ലോ. പക്ഷേ ഇന്ന് അതല്ല സംഭവിച്ചത്. അവന്റെ മുത്തച്ഛനും അതുപോലെ തന്നെ അമ്മയും ഭാര്യയൊക്കെ നടത്തിയ പൂജകളുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അത് ശരി. അപ്പൊ അതുവരെ അച്ഛൻ മനസ്സിലാക്കിയോ? അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ മോളെ, അതിന് മറുപൂജ കൂടി ചെയ്യണം. അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കണമെങ്കിൽ അതിന് ദൈവാധീനം വേണം മോളെ. ആദർശേട്ടൻ ഈ ഡീൽ ഉറപ്പിച്ചാ മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയർ ഒക്കെ വല്ലാതെ കയറി പോയില്ലേ അച്ഛാ? ഇപ്പോ 10% ഇടിഞ്ഞത് അതിന്റെ ഇരട്ടിയായിട്ട് കയറി പോകാനുള്ള സാധ്യതയും. കാരണം 5 വർഷത്തേക്കുള്ള ഓർഡറാണ് US കമ്പനി തരാൻ പോകുന്നത്. അത് ചെറിയ ബിസിനസ് അല്ല. ഈ ഡീല് നഷ്ടപ്പെട്ടാൽ മുംബൈയിലും മൂർത്തീസ് ജുവലറി വീഴും. നമുക്ക് താഴെയാ. നമ്മളാണെങ്കിൽ അവിടെ ലോഞ്ച് ചെയ്തിട്ടേ. അപ്പോൾ ഇത്തരം ഒരു വലിയ ഓർഡർ കിട്ടുവാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബമ്പർ ലോട്ടറി. സസ്പെൻസ് തുടരുവാണല്ലോ. അതെ, ഇനിയുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. നമുക്ക് നോക്കാം ഭാഗ്യം ആർക്കൊപ്പമാണ്. 19 വർഷം മൂർത്തീസ് ജുവലറി ആ മേഖലയിൽ വെനിക്കൊടി പാറിച്ചതല്ലേ. ഇനി മൂർത്തിക്കും അയാളുടെ കൊച്ചുമോനും ചെങ്കോലും കിരീടം ഒന്ന് താഴ്ത്തി വെച്ചാൽ എന്താ കുഴപ്പം? മൂർത്തിയുടെ കണ്ണടയുന്നതിന് മുമ്പ് അയാളെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം തകർന്നടിയുന്നത് അയാൾ കാണണം. നവീൻ ഞങ്ങളെല്ലാം രക്ഷിച്ച ശേഷം ജയേട്ടനെയും കൂട്ടി അങ്ങോട്ട് വന്ന് പത്മത്തിനെ കാണണമെന്ന് വിചാരിച്ചതാ. പറ്റിയില്ല. ഇപ്പോ ബിസിനസ്സിൽ കുറച്ച് ഇടിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തിരക്കോട് തിരക്കാം. എന്താ മോളെ, ഹാപ്പിയാണോ? കുഴപ്പമില്ല സർ. അടുത്ത് തന്നെ ഇയാൾക്ക് സമയം കളയാനൊരു കുഞ്ഞെത്തുമല്ലോ. നവീനെ കൊണ്ട് സമയത്ത് കല്യാണം കഴിപ്പിച്ചെങ്കിൽ തനിക്കും സമയം കളയാൻ ഇപ്പോഴൊരു പേരക്കുട്ടി കണ്ടേനെ. ഓ, അതൊന്നും പറയാത്തതാ നല്ലത്. ഞങ്ങൾ കൊണ്ടുവരുന്ന ബന്ധമൊന്നും അവന് ഇഷ്ടമല്ല. ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചു. ഒരാളെ പോലും കാണണമെന്ന് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, ആരൊക്കെയായി വന്നിരിക്കുന്നേ? ഇപ്പൊ കോടതിക്കൊന്നും പോകണ്ടല്ലോ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കൂടെ? ഇതൊക്കെ തനിക്കും ആവാലോ. ഞങ്ങൾ എല്ലാവരും ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്താ താനും പത്മവും വന്നത്. പറഞ്ഞു ആദർശ് വലിയൊരു ഡീലുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ പോയ കാര്യം. ഗൾഫിൽ വലിയൊരു പരാജയം പറ്റിയുള്ളൂ നരസിംഹ. ഞങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഞങ്ങളൊന്ന് താഴെ പോയി. ഇപ്പൊ താഴ്ച വളരുന്നത് ഒരു AM ജ്വല്ലറിയാണ്. അവരിവിടെ തുടങ്ങിയല്ലോ. ആ ജ്വല്ലറിയുടെ പരസ്യത്തിനല്ലേ തന്റെ കൊച്ചുമോൾ പോണത്? പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഈ വീടിനകത്ത് തല തിരിഞ്ഞൊരുത്തനുണ്ട്. അവൻ കുടുംബത്തിന് അന്തസ് കളഞ്ഞോണ്ടിരിക്കുക. ആദർശ മുംബൈയിൽ നിന്ന് ഇപ്പോഴത്തെ പരിക്ക് ഒരു പരിധി വരെ മാറ്റുള്ളൂ. മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഷെയർ നവീനും എടുത്തിട്ടുണ്ട്. ഈ അടുത്തിടെ പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഷെയർ ഇടിഞ്ഞിട്ടുണ്ടെന്ന്. നവീൻ എന്നോടും ആദർശനോടും ചോദിച്ചിട്ടാണ് ഷെയർ എടുത്തത്. അതിപ്പോ അവൻ ഏതാണ്ട് 100-150% ഗ്രോത്ത് കാണുമല്ലോ. ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഷെയർ ഇടിഞ്ഞിട്ടും ഹോൾഡ് ചെയ്യുന്നത്. ഷെയർ എടുക്കുന്നവർക്കും സ്വർണം വാങ്ങുന്നവർക്കും മൂർത്തീസ് ജ്വല്ലറിയെ കുറിച്ച് ഒരു വിശ്വാസമുണ്ട്. ഇത്തിരിയൊക്കെ ഇടിഞ്ഞാലും കയറി വരുമെന്ന്. ഇങ്ങനെ ഒരു താഴ്ച ജ്വല്ലറി ഫോം ചെയ്തതിനു ശേഷം ഇതാദ്യമായിട്ടാ. അതിന്റെ ടെൻഷനിലാണ് എല്ലാവരും. അതൊക്കെ ഇനി ശരിയാവും. സമയം ചെറുതായിട്ട് മാറി വരുമ്പോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇടിവുകൾ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. നമ്മള് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ദൈവങ്ങൾ ചിന്തിക്കില്ലല്ലോ. അല്ല, അവന്തിക മോളല്ലേ അത്? അതെ, മോൾ അയർലൻഡിൽ നിന്ന് ഈ അടുത്ത ദിവസം വന്നേ. മോളെ അറിയൂ ഞങ്ങളെയൊക്കെ? അറിയാതിരിക്കാൻ എന്താ ആന്റി? ആന്റിയുടെ മോനെ കുടുംബത്തെ രക്ഷിച്ചതൊക്കെ അപ്പൊ ഞാൻ അറിഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അല്ല, നവീനായിട്ട് വന്നില്ലേ? ഇല്ല, ഇപ്പൊ അവനാ തിരക്കുള്ള വക്കീല്. ഞാൻ വിശ്രമത്തിലാ മോളെ. മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി മോക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ? അതേപ്പറ്റി ഞങ്ങളെല്ലാവരും സംസാരിച്ചു. പക്ഷെ മോള് പറയുന്നത് ഇപ്പോഴേ കല്യാണം വേണ്ടെന്നാ. അതിപ്പോ ഇപ്പോഴത്തെ പെൺപിള്ളേരെല്ലാം അങ്ങനെ തന്നെയാ. അത് കാരണം പെൺകുട്ടികളെ കിട്ടാനില്ല. എല്ലാവർക്കും പേടിയാ കല്യാണം എന്ന് കേൾക്കുമ്പോ. പെൺകുട്ടികൾ മാത്രമല്ല, ഇപ്പൊ ആൺകുട്ടികൾ അങ്ങനെ തന്നെയാ. ചുരുക്കി പറഞ്ഞാൽ ഇനി ജനസംഖ്യ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് ഒന്നും ചെയ്യേണ്ടതില്ല. പുതിയ തലമുറ തന്നെ അത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മൾ വൃദ്ധന്മാരെ മാത്രമേ ഇനി ഭൂമിയിൽ കാണത്തുള്ളൂ. ചെറുപ്പക്കാരെ കാണുന്നത് വലിയ പ്രയാസമായിരിക്കും. ഉള്ളവരാണെങ്കിലോ എല്ലാവരും പുറത്താ. അവിടെ പോയി ഏത് പണി ചെയ്യാനും ഒരു കുഴപ്പമില്ല. നാട്ടിലാണ് കുറച്ചിൽ. അപ്പോ ഇതിലെ പോയപ്പോ വെറുതെ ഇങ്ങോട്ട് കയറിയതാ. ഇന്ന് പിന്നെ ആദർശ് പോയതിന്റെ വ്രതവും ഒരിക്കലും ഒക്കെയാണെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇടയ്ക്ക് വരാം. ഓക്കെ, ശരി. പോയിട്ട് വരാം. ശരി ശരി മോൾ, പോയിട്ട് വരാം.